ഹായ് ഫ്രണ്ട്സ്, പത്തനംതിട്ടയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിരണും കല്യാണിയും കൂടി ജ്വല്ലറിയുടെ രഹസ്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇൻറ്റീരിയർ വർക്കേഴ്സായിട്ട് അവിടെ കയറി പറ്റുന്നുണ്ട്. അതും ആദർശിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അവിടെ കയറി പറ്റിയ കിരണിന് പല കാര്യങ്ങളിലും കൂടുതലായി അടുത്തറിയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് അവിടെ ചെന്നതിന് ശേഷം ഒരിക്കൽ മാത്രമാണ് MD ഡേവിഡുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടുന്നത്. ബാക്കി എല്ലാ സമയത്തും അവരുടെ സ്റ്റാഫാണ് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു കമ്പനിയുടെ ഇൻറ്റീരിയർ വർക്കേഴ്സിനോട് കൂടുതലായി MDക്ക് സംസാരിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ലല്ലോ. അവരെ ഏൽപ്പിച്ചതിന് ശേഷം MD ഡേവിഡുമായിട്ട് അവർക്ക് സംസാരിക്കാൻ പോലും അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കിരൺ ആദർശിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ അധികം ഞങ്ങൾക്ക് അവിടെ നിന്നും ഒന്നും കണ്ടെത്താനാവുകയില്ല. എന്നാൽ ഒരു ഡീലറുടെ വേഷത്തിൽ നിനക്ക് അവിടെ കയറിക്കൂടാൻ പറ്റിയാൽ തന്നെ അത് വലിയൊരു കാര്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിനക്ക് നന്നായി അറിയാൻ സാധിക്കും. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ കിരണെ പറയുന്നത്? ഞാൻ അങ്ങോട്ട് വന്നാൽ അവർക്ക് എന്നെ നന്നായി തിരിച്ചറിയില്ലേ? നിങ്ങളെ അറിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം അവരെന്ന് മനസ്സിലാക്കുന്നു അന്ന് തീരും നിങ്ങൾ അവിടെയുള്ള നിങ്ങളുടെ വർക്കും. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ശരി ആദർശ് നീ പറഞ്ഞത്. പക്ഷെ നിന്നോട് അവിടെ വരാൻ പറയുന്നത് ഈ രൂപത്തിലല്ല, വേഷം മാറി മറ്റൊരു രൂപത്തിൽ മറ്റൊരാളായിട്ട്. ഒരിക്കലും അവർക്ക് നിന്നെ തിരിച്ചറിയാൻ സാധിക്കരുത്. അങ്ങനെ വേണം നീ അങ്ങോട്ടേക്ക് വരാൻ. അതും അവിടെ വന്ന് ചുമ്മാ ബൾക്കായിട്ട് സ്വർണം എടുക്കുന്ന രീതിയിലോ, അവിടുത്തെ സ്വർണം നിങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ആ കമ്പനിയുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാരണത്തിൽ വേണം അങ്ങോട്ടേക്ക് വരാൻ. എന്നാൽ മാത്രമേ അവർ അതിൽ വീഴത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ കയറി കൂടാൻ സാധിക്കില്ല. MDയെ മാത്രമല്ല, MDയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഐഡിയയിലകത്ത് കയറി കൂടിയേ പറ്റുള്ളൂ. ഞങ്ങളെപ്പോലെ ഇൻറ്റീരിയർ വർക്കേഴ്സാണെന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് ചെന്നാൽ ഇപ്പോൾ പണി നടക്കുന്ന കമ്പനിക്കുള്ളിൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾ നിലനിർത്താൻ പറ്റുള്ളൂ. അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു കാര്യങ്ങളും അവസരങ്ങൾ പോലും കിട്ടുന്ന വരികയില്ല. അതുകൊണ്ടാണ് എന്തായാലും ഈ പറഞ്ഞ കാര്യത്തെപ്പറ്റി നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിങ്ങനെ കിരൺ ഡേവിഡ് ആദർശിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരി കിരണെ, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്തായാലും നീ പറഞ്ഞ ഈ ആശയം നന്നായിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആദർശ് ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് കിരൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നയനയോട് അവതരിപ്പിക്കുന്നുണ്ട്. നയനയും പറയുന്നുണ്ട്, അതൊരു കണക്കിന് നല്ല കാര്യം തന്നെയാണ് ആദർശേട്ടാ. അവർ പറഞ്ഞതുപോലെ അവർക്ക് അതിനുള്ളിൽ കടന്ന് കമ്പനി കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാനൊന്നും പറ്റില്ല. മറ്റ് സ്റ്റാഫുമായിട്ട് പോലും അധികം കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ഒരു വലിയ കച്ചവടക്കാരനായിട്ട് അവിടേക്ക് ചെല്ലുവാണെങ്കിൽ നമുക്കിതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഈ MDയുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ എനിക്കും നല്ല അഭിപ്രായമാണ്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ട നമ്മുടെ ശത്രു ഏതാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഈ ഉദ്യമം ഇവിടെ വെച്ച് നിർത്തേണ്ടതായിട്ട് വരും. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നിന്നാൽ നമുക്കെന്തും നേടിയെടുക്കാൻ പറ്റും. ആദർശേട്ടൻ വെറുതെ ടെൻഷൻ ആവാതെ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശും നയനയും തമ്മിൽ ഒരു തീരുമാനമെടുത്തതിന് ശേഷം ആദർശ് കിരണിനെ വിളിച്ച് അക്കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ കാര്യം ഓക്കെ ആക്കുന്നു. നീ അവരുമായിട്ട് ഒന്ന് സംസാരിച്ച് നോക്ക്. ഇതേപോലെ കൂടുതൽ ഡീല് ഏറ്റെടുക്കാനും ഇത് ഒരാളെ കിട്ടിയെന്നുള്ള രീതിയിൽ സംസാരിച്ച് നോക്ക് എന്ന രീതിയിൽ ആദർശിനോട് പറയുന്നുണ്ട്. അങ്ങനെ കിരണ് മാനേജറായ ഡേവിഡും ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കിരൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഹലോ സാർ, ഞാൻ മനസ്സിലായി കിരൺ അല്ലേ? എന്താണ് വർക്കിൻ്റെ എന്തിനേലും പറ്റും സംസാരിക്കാനാണോ? അല്ല സാർ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി സിക്കുകാരനാണ്. അവിടെ ഒരു ജ്വല്ലറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കുറച്ച് സ്വർണം ബൾക്കായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്, ഒരു ഡീല് പോലെ. അങ്ങനെ മൂർത്തി ജ്വല്ലറിയുടെയും നിങ്ങളുടെയും ഒക്കെ പരസ്യങ്ങൾ അവർ കണ്ടിരുന്നു. അതിനെപ്പറ്റി അവർ കൂടുതൽ ഡിസ്കസ് ചെയ്തപ്പോൾ മൂർത്തി ജ്വല്ലറി ഇപ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്നും ജ്വല്ലറിയാണ് ഇപ്പോൾ കേരളത്തിൽ പോലും 1ാം സ്ഥാനമെന്നും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നിങ്ങളുടെ ജ്വല്ലറിയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാനാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ സാർ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരോട് ഞാൻ വരാൻ പറയാം. അപ്പോൾ MD ഡേവിഡ് പറയുന്നുണ്ട്, അതിനെന്താ കിരൺ, വളരെ സന്തോഷമായിട്ടുണ്ട്.
ജ്വല്ലറിയെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയും എന്തായാലും താനൊന്ന് വാട്സപ്പ് ചെയ്യും, ഞാൻ നോക്കട്ടെ, അതിനുശേഷം വിളിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, മാത്രമല്ല സാർ, ഇപ്പോൾ അവൻ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്, പറ്റുമെങ്കിൽ സാറുമായിട്ടൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറയാം. ഓ അതിനെന്താ, ഓക്കെ എന്നാൽ ശരി എന്നും പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കിരൺ ആദർശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്, നീ ഒരു സിക്കുകാരനാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അതും എൻ്റെ ഫ്രണ്ടാണെന്ന്. നല്ലൊരു ജ്വല്ലറി അവിടെയുള്ള ഏതെങ്കിലും ഒരു ജ്വല്ലറി തിരഞ്ഞെടുക്കണം, അവിടുത്തെ സ്റ്റാഫായിട്ട് വേണം, മാനേജറായിട്ട് വേണം നീ ഇങ്ങോട്ട് വരാൻ. അങ്ങനെ ആ ജ്വല്ലറിയെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ തപ്പിയെടുക്കാനും പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആദർശ് നല്ലൊരു സിക്കുകാരൻ്റെ വേഷത്തിൽ ഒരുങ്ങി റെഡിയായി കിരണിൻ്റെ അരികിലെത്തുന്നുണ്ട്. അത് കണ്ടിട്ട് കിരണിന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആഹാ, നിന്നെ പെട്ടെന്ന് ആർക്കും തന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോടാ ആദർശേ, എന്തായാലും നന്നായി. പിന്നെ നിൻ്റെ ഈ സൗണ്ടും ഒന്ന് മാറ്റി പിടിക്കുക, ഹിന്ദിയും മലയാളം കൂടി കലർന്ന രീതിയിൽ സംസാരിച്ചാൽ മതി. എൻ്റെ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മലയാളവും അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഫുള്ള് മലയാളത്തിൽ തന്നെ ആക്കരുത് സംസാരം, ഇടയ്ക്ക് ഹിന്ദിയുടെ കലർത്തി വേണം സംസാരിക്കാൻ. അതൊന്നും കുഴപ്പമില്ലടാ, എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാവുന്നതല്ലേ, ഞാൻ സംസാരിച്ചോളാം ആദർശം പറയുന്നുണ്ട്. എന്നാൽ ഇവർക്ക് സംസാരിക്കാൻ ഒരു ജ്വല്ലറി വേണമല്ലോ, അതിനെപ്പറ്റിയൊക്കെ പഞ്ചാബിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയെ പറ്റി തപ്പിയെടുക്കും, അതിൻ്റെ മാനേജറാണ് എന്നും ആയിട്ടാണ് ആദർശ് അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ കിരൺ ആദർശിനെ ആ ഡേവിഡുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കിരൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആദർശും മാനേജറും തമ്മിലാണ് സംസാരിക്കുന്നത്. ആദർശ് പറയുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ ജ്വല്ലറിയിൽ പഞ്ചാബിൽ ഒരുപാട് കേരള സ്റ്റൈൽ ജ്വല്ലറികളൊക്കെ വിറ്റ് പോകുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മൂർത്തി ജ്വല്ലറിയുമായിട്ടാണ് ആദ്യം ഡീൽ വെക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ആ ജ്വല്ലറിയെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ അവർ 2ാം സ്ഥാനത്താണെന്നും ഷെയർ മാർക്കറ്റിൽ മൊത്തത്തിൽ പുറകോട്ട് പോയെന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പോൾ ജ്വല്ലറി നിങ്ങളാണ് 1ാം സ്ഥാനത്ത് മനസ്സിലാക്കിയത്. നിങ്ങളുടെ സ്വർണത്തിൻ്റെ ക്വാളിറ്റിയെപ്പറ്റി ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നു, അതിനുശേഷം മാത്രമേ ഈ ഡീൽ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതിനെന്താ, 100% തനി തങ്കത്തിലാണ് ഞങ്ങൾ സ്വർണം കൊടുക്കുന്നത്. അല്ല, നിങ്ങളുടെ സ്വർണം പണിക്കൂലി ഇല്ലാതാ കൊടുക്കുന്നതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല, അതുകൊണ്ടാണ് കേട്ടോ, മറ്റൊന്നും വിചാരിക്കരുത് ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതിനെന്താ സാർ, നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റി ടെസ്റ്റ് വേണേലും ചെയ്യാം, ഞങ്ങളുടേത് പ്യുവർ സ്വർണം തന്നെയാണ്. പിന്നെ പണികൂലി വാങ്ങാത്തത്, അത് ഞങ്ങൾക്ക് കുറച്ച് ബൾക്കായിട്ട് നേരത്തെ സ്വർണം പഴയ വിലയിൽ കിട്ടിയ സ്വർണം കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പണികൂലി ഇല്ലാതെ ഈ സ്വർണം വിറ്റഴിക്കാൻ സാധിക്കുന്നത്. അതും ഒരു ബിസിനസ് തന്ത്രം തന്നെയാണ്, മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഇത്രയും വലിയൊരു ഡീലാവുമ്പോൾ ഞാനിതിൻ്റെ MD ആണ്, എൻ്റെ കൂടെ ഒരു പാർട്ട്ണർ കൂടിയുണ്ട്, അദ്ദേഹത്തോടും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിനെന്താ, എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമല്ലോ. അത് പിന്നെ ഇപ്പോൾ ഈ ജ്വല്ലറിക്ക് ഇങ്ങനെയൊരു പാർട്ട്ണറുള്ള വിവരം മറ്റാർക്കും തന്നെ അറിയില്ല, ഇവിടുത്തെ സ്റ്റാഫിന് പോലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പനിയിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടക്കില്ല. എന്തായാലും നമുക്ക് ഒരു ഹോട്ടൽ റൂം ബുക്കിംഗ് ചെയ്യാം. ഇന്ന് സാർ കുറച്ചും ബിസിയാണ്, നമുക്ക് നാളത്തേക്കിനാക്കാം. ഓക്കെ, അതിനെന്താ, നമുക്ക് കാണാമല്ലോ എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. ആദർശ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും എൻ്റെ മെയിൻ ശത്രുവിനെ നേരിൽ കാണാൻ സമയമായിട്ടുണ്ട്, അത് ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം എൻ്റെ അടുത്ത നടപടികൾ മുന്നോട്ടാക്കാൻ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, അല്ല സാർ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ആ മൂർത്തി ജ്വല്ലറിയുടെ തകർച്ചയെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. എത്ര നല്ല ഉയർന്നു നിന്ന കമ്പനിയാണ്, അവരോടായിരുന്നു മുമ്പ് ഞങ്ങൾ ബൾക്കായിട്ട് സ്വർണം എടുത്തിട്ടുണ്ടായിരുന്നത്. അവരുടെ സ്വർണ്ണമായിരുന്നു പണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. കാരണം നല്ല ഡിസൈനുകളും ഒക്കെ ആയിരുന്നു അവരത്. ട്രഡീഷണലാണ് അവർ മുറുകെ പിടിച്ചിരുന്നത്, അതും പഞ്ചാബി സ്റ്റൈലിലൂടെ ചേർത്ത് വരുമ്പോൾ അത് അടിപൊളിയായിരുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ജ്വല്ലറിയിൽ ഡേവിഡ് പറയുന്നുണ്ട്, അതൊക്കെ പണ്ട്, എന്നാൽ അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ ഞങ്ങളുടെ ജ്വല്ലറിയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അവരുടെ ഡിസൈനുകളെയൊക്കെ കടത്തി വിട്ടുന്ന നല്ല നല്ല ഡിസൈനുകളാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. നിങ്ങൾ പറയുന്ന ഏത് മോഡൽ വേണേലും ഞങ്ങളത് ചെയ്തു തരും എന്നൊക്കെ ജ്വല്ലറിയെ കുറെ പുകഴ്ത്തി പറയുന്നുണ്ട് ഡേവിഡ്.
അപ്പോൾ ആദർശ് ശരിയാണ്, എല്ലാത്തിനും തലയാട്ടി സമ്മതിക്കുന്നുമുണ്ട്. അതോടുകൂടി ആദർശ് മനസ്സിൽ ഓർക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ ഈ വാചകത്തിന് എല്ലാം തിരിച്ചടി ഒരുക്കാനാണ് ഞാനീ വന്നിരിക്കുന്നത്. അധികം താമസിയാതെ തന്നെ 2ാം സ്ഥാനത്ത് വന്ന മൂർത്തിസ് ജ്വല്ലറി 1ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഞാൻ തന്നെ മുന്നിൽ നിൽക്കും എന്നൊക്കെ ആദർശ് മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഓണറെ കാണാമെന്നുള്ള വാക്കും പ്രകാരം ആദർശ് അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. നടന്ന സംഭവങ്ങളൊക്കെ തന്നെ നയനയോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് അനി നാട്ടിലെത്തുന്നത്. അനി നാട്ടിലെത്തിയ ഉടനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അടുത്ത MD അനിയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ അനി ആദ്യം എതിർക്കുമെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്റെ ഓർഡർ അനുസരിക്കാൻ കഴിയില്ല എങ്കിൽ നിനക്കും ഈ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകാമെന്ന്. എന്നാൽ ഇതൊക്കെ കേട്ട് ആകപ്പാട് സങ്കടത്തിൽ അനി ആദർശിനെ കാണുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ അനി ആദർശിനോട് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഒരിക്കലും നീ ആ സ്ഥാനം വേണ്ടെന്ന് വെക്കരുത്. കാരണം എനിക്ക് ശേഷം ആ സ്ഥാനത്തിരിക്കാൻ ഏറ്റവും യോഗ്യം നീ തന്നെയാണ്. ഞാൻ ഒരുപാട് മനസ്സിലാഗ്രഹിച്ചിരുന്നു. അച്ഛൻ പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കുമെന്നായിരുന്നു എൻ്റെ പേടി. എന്നാൽ നീ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നീ ഇതൊരിക്കലും നിരസിക്കരുത്. ആദർശേട്ടാ, ഏട്ടനില്ലാത്ത കമ്പനിയിൽ ഞാൻ എങ്ങനെ ഏട്ടൻ്റെ സ്ഥാനത്ത്? അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. നീയാണ് ഇപ്പോൾ മൂർത്തിസ് ജ്വല്ലറിയെ നയിക്കാൻ ഏറ്റവും യോഗ്യൻ. പിന്നെ എൻ്റെ കാര്യം, അത് മുത്തശ്ശൻ പറഞ്ഞതുപോലെ എനിക്ക് പറ്റിയ തെറ്റെവിടാണെന്നും നമ്മുടെ കമ്പനിയെയും അതേപോലെ കുടുംബത്തെയും ഒരേപോലെ തകർക്കാൻ നോക്കുന്ന ആ ശത്രു അതാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇനി അനന്തപുരിയിലേക്ക് വരൂ. അതുവരെ നീ വേണം മൂർത്തിസ് ജ്വല്ലറിയുടെ അതേപോലെ അനന്തപുരിയുടെയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. അങ്ങനെ ഒരുപാട് വിഷമത്തോടെ അനി മുത്തശ്ശൻ പറഞ്ഞ പോലെ MD സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ജയനും കൂടിയാണ് അനിയെ ആ സീറ്റിലേക്ക് ഇരുത്തുന്നത്. ജയൻ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ അജയൻ്റെ മുഖത്ത് ആകെ സങ്കടമാണ്. ചേട്ടൻ്റെ സ്ഥാനത്തേക്ക് അനിയും വന്നുവല്ലോ എന്നോർക്കുമ്പോൾ വലിയ സന്തോഷമൊന്നും അജയനുണ്ടായിരുന്നില്ല. എന്നാൽ ജാനകിക്ക് ഇക്കാര്യത്തിൽ വളരെ സന്തോഷമാണ്. അനിയും മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും സങ്കുലതകളും ഒക്കെ നിറഞ്ഞ അവസ്ഥയിലാണ് ആ സീറ്റിലിരിക്കുന്നത്. ഈ സമയത്ത് ജാനകിയാണെങ്കിൽ വലിയ വിവാഹാലോചനകളാണ് അനിക്ക് വേണ്ടി നോക്കുന്നത്. MD ആയതുകൊണ്ട് തന്നെ ചെറിയ കേസുകളൊന്നുമല്ല ജാനകി നോക്കുന്നത്. ഇതൊന്നും തന്നെ അനി അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ഡേവിഡ് ആ ഡീലിങ്സിനെ പറ്റി സംസാരിക്കാനായിട്ട് ആദർശിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കോളെടുത്ത ആദർശിനോട് ഡേവിഡ് പറയുന്നുണ്ട്, നാളെ ഇത്ര മണിക്ക് നമുക്ക് ഇന്ന ഹോട്ടലിൽ വെച്ച് കാണാമെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശം ഓക്കെ, അതിനെന്താ, കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ എത്തിയിരിക്കും. പഞ്ച്വാലിറ്റി അതെനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിക്കുന്നുണ്ട്. വലിയ ഗാംഭീര്യമുള്ള സ്വരത്തിലൊക്കെയാണ് ആദർശം സംസാരിക്കുന്നത്. അങ്ങനെ വരാമെന്നുള്ള വാക്കും പുറത്ത് ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ആദർശ്. അവരുടെ കമ്പനിയെ പറ്റിയുള്ള പല ഡീറ്റെയിൽസുകളും ഈ ഒരു കൂടിക്കാഴ്ചയോട് കൂടുതൽ തന്നെ തിരിച്ചറിയാൻ പറ്റുമെന്നും തൻ്റെ ശത്രു ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആദർശ്. അങ്ങനെ വീണ്ടും സിക്കുകാരൻ്റെ വേഷമൊക്കെ ധരിച്ച് ആദർശ് ആ ഹോട്ടലിലേക്ക് എത്തുകയാണ്. കറക്റ്റ് സമയത്ത് തന്നെ ആദർശ് അവിടെ എത്തുന്നുണ്ട്. ആദർശ് അവിടെ ഹോട്ടലിൽ ചെല്ലുമ്പോഴേ ഡേവിഡ് ആദർശിനെ കണ്ട് കൈകൊടുത്ത് റൂമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. റൂമിൽ ചെല്ലുന്ന ആദർശ് അവിടെ കാണുന്ന പാർട്ട്ണറെ കണ്ട് ആദ്യം ഒന്ന് അന്താളിക്കുന്നുണ്ട്. ആദർശ് ആ മുഖഭാവം ഒന്നും മാറ്റാതെ തന്നെ സംസാരിക്കുന്നുണ്ട്. അവിടെ ഡേവിഡിനൊപ്പം നാഗേന്ദ്രൻ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. നാഗേന്ദ്രൻ്റെ കൂട്ടത്തിൽ അവന്തികയും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ആദർശ് ഒന്ന് പതറിയത്. അതോടുകൂടി തന്നെ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം തന്നെ ആദർശിന് നന്നായി ബോധ്യമാവുന്നുണ്ട്. അങ്ങനെ ശത്രു ആരാണെന്ന് നേരിട്ട് മനസ്സിലാക്കുകയാണ് ആദർശ്.